أينما تكونوا يدرككم الموت ولو كنتم في بروج مشيدة. നിങ്ങൾ എവിടെയായിരുന്നാലും ശരി മൗത്ത് നിങ്ങളെ പിടികൂടും. ഏതാ മൗത്ത്? അൽ മുഖദ്ദറു ബിൽ അജൽ, അജലുമായി കണക്കാക്കപ്പെട്ട മൗത്ത്. വഫീ ലഫ്ദിൽ ഇദ്റാക്കി, ഇവിടെ യുദിരിക്കും അതറക്ക യുദിരിക്കു എന്നല്ലേ, അതിന് ഇതാമ ചെയ്തിട്ടാണ് യുദിരിക്കും, യുദിരിക്കും എന്നാണ്ടാൽ യുദിരിക്ക് മജ്റൂമായ കാഫെന്താക്കി കും എന്ന മുഖാത്തബിന്റെ കാഫിൽ ഇദ്റാമ ചെയ്തിരിക്കും. അപ്പൊ ഇദ്റാക്ക് എന്തിനാ പറഞ്ഞു? ഇശ്ആറും ബിഅന്നഹും ജാദ്ദൂന ഫിൽ ഹറബി മിൻഹും, മൗത്തിനെ തൊട്ട് ഓടിപ്പോകുന്ന വിഷയത്തിൽ അവർ ഉഷാറാക്കുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ അത് ഓടിപ്പിടിക്കുമെന്ന് വരേണ്ട ആവശ്യം. നിങ്ങളിവിടെ മൗത്തിനെ കാത്തിരിക്കുമെങ്കിൽ പിന്നെ ഓടിപ്പിടിക്കേണ്ട ആവശ്യം വരുന്നില്ല. അപ്പൊ മൗത്തിനെ തൊട്ടിട്ട് നിങ്ങൾ അത് മറ്റു ആയത്തിൽ പറഞ്ഞപ്പോൾ ഇന്നൽ മൗത്തല്ലദീ തഫിറൂന മിൻഹു എന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഓടി രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്ന മൗത്ത് എന്താക്കും? നിങ്ങളെ പിടിക്കുമെന്ന് ഫൈനവും മുലാഖിക്കും. അപ്പൊ യുദിരിക്കും എന്ന് പറയുമ്പോൾ നിങ്ങളെന്തുണ്ട്? ഓടി രക്ഷപ്പെടാൻ നോക്കുന്നുണ്ട് അതിൻ്റെ ഉള്ളിലുണ്ട്. എല്ലാവർക്കും അങ്ങനെയുള്ള ആഗ്രഹം. അപ്പൊ വഹുവ മൗത്താണെങ്കിലോ മുദിദ്ദും ഫീ തലബിഹി, നിങ്ങൾ തേടി പിടിക്കാൻ വേണ്ടി അത് സ്പീഡ് കൂട്ടുന്നുണ്ട്. അപ്പൊ ഈ ഭാഗത്ത് ഓടിപ്പിടിക്കൽ എന്ന് പറയുമ്പോൾ മറുഭാഗത്ത് ഓടി രക്ഷപ്പെടുന്നുണ്ട് എന്ന് മറുവശം കിട്ടൂലേ? വലൗ കുന്തും, നിങ്ങളായിരുന്നാലും ശരി, ഫീ ബുറൂജിൻ മുശയ്യദ, നല്ല കെട്ടിപ്പടുത്ത ബിൽഡിങ്ങുകളിൽ എന്താക്കി ആർക്കും പ്രവേശനമില്ലാത്ത രീതിയിലാണ് കഴിഞ്ഞുകൊടുന്ന് മൗത്ത് വരാതിരിക്കാൻ. എന്നാലും മൗത്ത് അവിടത്തേക്ക് വരുമെന്ന്. ഐ വഇൻ കുന്തും ഫീ ഖുസൂറിൻ ആലിയത്തിൽ ബിനാഇ, നല്ല ഉയർന്ന കെട്ടിടമാകുന്ന മാളികയിൽ, ലാ യസ്അദു ഇലൈഹാ ബനു ആദം, മനുഷ്യന് കയറാൻ തന്നെ കഴിയൂല. എന്നിരുന്നാലും മൗത്തിന് അതെല്ലാം കയറി തരാൻ എന്തടച്ചു പൂട്ടി. വാജ്മഅത്തിൽ ഉമ്മത്തു അലാ അന്നൽ മൗത, ഉമ്മത്തിന്റെ ഇജ്മാഉണ്ട് മൗത്തിന് പ്രത്യേക വയസ്സ് കണക്കില്ല, ഇന്ന വയസ്സിലേ വരൂ എന്നില്ല. കണ്ടാ? ലൈസ ലഹു സിന്നും മാലൂം, അതുപോലെ വല അജലും മാലൂം, അറിയപ്പെട്ട ഒരു ഡേറ്റുമില്ല, ഏത് ഡേറ്റിനും വരാം. വല മറന്നും മാലൂം, അറിയപ്പെടുന്ന ഒരു മറന്നും വേണ്ട, മറന്നൊന്നും ഇല്ലാത്ത ആളും തക്കുമിരിക്കും. വദാലിക, അതെന്താ അങ്ങനെ? ഇപ്പൊ യകൂനൽ മർഉ അലാ ഹുബത്തിൻ മിനൽ മൗതി, മൗത്തിന് വേണ്ടി നല്ല ഒരുക്കം ചെയ്തിരിക്കാനാണ്, എപ്പോഴും ആവാമല്ലോ എന്നുള്ളതിന് ഒരുക്കം ചെയ്യാനാണ്. ഡേറ്റ് പറഞ്ഞാലെന്തോ അഞ്ഞൂറ് പേരുണ്ടല്ലോ ഇപ്പൊന്നായിട്ടില്ല. രോഗം പറഞ്ഞാൽ എന്തോ ഇന്ന രോഗം വന്നാലല്ലേ എനിക്കുള്ളൂ. അതാണ് മുസ്തഇദ്ദൻ ലിദാലിക്, അതിന് വേണ്ടി ഒരുക്കം തയ്യാറാക്കാൻ. ഖാല അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, അക്സിറൂ ദിക്റ ഹാദിമിൽ ലദ്ദാത്ത്, എല്ലാ രുചികളെയും എല്ലാ സുഖങ്ങളെയും മുറിച്ചു മാറ്റി കളയുന്ന ഒരു സാധനമുണ്ട്, അതിനെ എപ്പോഴും ധാരാളമായി ഓർമ്മിക്കണേ എന്ന് പറഞ്ഞു. എന്തായി? ഹാദിമുൽ ലദ്ദാത്ത് യഅനിൽ മൗത്ത്, മൗത്താണ് ഉദ്ദേശം. അപ്പോ ഒറ്റ വാക്ക് അക്സിറു ദിക്റ ഹാദിമിൽ ലദ്ദാത്ത് എന്ന് ബഹുവ കലാമും മുഖ്തസർ, വളരെ ലഫ്ദ് ചുരുങ്ങിയ ഒരു കലാമാണ്. വജീസ്, പറയാൻ വളരെ എളുപ്പവുമുണ്ട്. പക്ഷെ ചിന്തിച്ചു നോക്കിയാൽ എല്ലാ രുചിയും മുറിച്ചു എന്ന് പറഞ്ഞാൽ അവിടെ എന്തെല്ലാം ആസ്വദിക്കുന്ന എല്ലാം കട്ടയില്ലേ? അങ്ങോട്ട് പോയി നോക്ക്. കത് ജമാഅത്ത് തദ്കിറ, എല്ലാ വാളുകളെയും ഉപദേശങ്ങളെയും ആ കലാം ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. വഅബ്ലഗ ഫിൽ മൗഇദ, വാള് പറയുന്നത് അതിനപ്പുറം പറയാൻ ബാക്കില്ല. ഒറ്റ വാക്ക്. കാരണം ഫഇന്ന മൻ ദക്കറൽ മൗത ഹഖീഖത ദിക്രിഹി, മൗത്തിനെ ഓർക്കേണ്ട മുറപ്രകാരം ഓർത്താൽ നഖ്സ അലൈഹി ലദ്ദത്തുൽ ആദിറ, ഇപ്പം കിട്ടിക്കൊണ്ടിരിക്കുന്ന രുചിയെല്ലാം വളരെ ഉത്സാഹം, അതിനോടൊന്നും ബായിക്ക് രുചി ഉണ്ടാവില്ല. വമനഅഹു മിൻ തമന്നിഹാ ഫിൽ മുസ്തഖ്ബലി, ഇത് ഹാദിറത്തിന്റെ ഓപ്പോസിറ്റ്, ഭാവിയിൽ അതൊന്ന് കിട്ടണോ എന്നുള്ളതിനെ തൊട്ട് തടയും ചെയ്യോ. എന്തിനാന്ന് ഇപ്പൊ ഇത്ര അധികം തോന്നുന്നു. വദഹദഹു ഫീമാ കാന മിൻഹാ, ഒരു ആഗ്രഹിക്കുന്ന ഒരു കാലത്തിൽ ഇവനെ സാഹിദാക്കി മാറ്റുകയും ചെയ്യും. പക്ഷേ എന്തുകൊണ്ട് ഇവിടെ ഒന്നും ആകുന്നില്ല? വലാകിന്ന നുഫൂസ റാകിദ വൽ ഖുലൂബൽ ഗാഫില,
ചരിക്കാത്ത, ബാധ കേട്ടാലും അടങ്ങാത്ത കെട്ടിക്കിടക്കുന്ന നഫ്സുണ്ടല്ലോ, അതുപോലെ ഗഫലത്തിൽ കൊടുക്കുന്ന കൽബുകളും തഹത്താജൂല തത്വീലിൽ വായിൽ നിങ്ങൾ എന്താക്കണം, കുറേ ആൾ മാറി മാറി വന്നിട്ട് നീട്ടി 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 സംസാരിക്കണം. എന്നാലേ അതിപ്പം ബാധ കേൾക്കുന്നൊരു ആസ്വാദനം. ഇങ്ങനെ വൈകുന്നേരം പോയിട്ട് ഇന്നിങ്ങനെ ഒരു കോസ് എടുത്തിട്ട് കാറ്റെല്ലാം കൊണ്ടിട്ട് അയശരും കൂക്കും പൊളിയും ഇടക്കിടക്ക് ഒരു കൂൾ ഡ്രിങ്ക്സ് കുടിച്ചോണ്ടും കരിമ്പിൻ ജ്യൂസ് കുടിച്ചോണ്ടും കൽബ് പറയേറ്റി. അതുപോലെ വതസ്ബീഖുൽ അൽഫാദ്, ലഫ്ളുകളെ നല്ല ചമയിച്ചിട്ട് എന്താക്കണം, കോർവയെല്ലാം കൊത്തിട്ട് പറയണം. വഇല്ല എല്ലാം അങ്ങനൊന്നും ഇല്ലേ എന്ന ബാലാകാൻ അക്സറു ദിക്റ ഹാദിമിൽ ലദ്ദാത്ത് മാത്രം മതി. ഫഫീ ഖൗലിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അക്സറു ദിക്റ ഹാദിമിൽ ലദ്ദാത്ത് എന്ന ഒരൊറ്റ വാക്ക് മതി, ബാലാകാനായി. അതിനൊക്കെ കൂട്ടി വായിച്ചോ. മാ ഖൗലിഹി തആല കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത് വേണമെങ്കിൽ അതും കൂട്ടിക്കോ പോലെ. അതിലുണ്ട് മാ യക്ഫി സാമിഅ, ശ്രദ്ധിച്ച് കേൾക്കുന്ന ഒരാളെ മതിയാക്കും. വയസ്കലുൻ നാദിറ ഫീഹി, അതിൽ നോക്കുന്ന ആളെ ശുഹദാക്കാനുള്ളതും ചിന്തിക്കാനുള്ളതും അതിലുണ്ട്. وإن تصبهم حسنة يقولوا هذه من عند الله وإن تصبهم سيئة يقولوا هذه من عندك قل كل من عند الله. ഒരു അഖീദ പ്രശ്നം പറയുന്നു. വഇൻ തുസിബുഹും, നിങ്ങൾക്ക് നേരിടുകയാണെങ്കിൽ, ഹസനത്തുൻ, ഒരു ഹസനത്ത്. എന്താണ് ഹസനത്ത്? നിഅമത്തുൻ, നിയമത്തായ കാര്യം. നല്ല എന്താണ്, സുഭിക്ഷമായി നല്ല എല്ലാം കിട്ടുന്ന അവസ്ഥ ഉണ്ടായി. യഖൂലു, അതിൻ്റെ ജവാബ് അവർ പറയും, ഹാദിഹി മിൻ ഇൻദില്ലാ, ഇത് അള്ളാഹിന്റെ വക്കന്ന് കിട്ടിയതാണെന്ന്. നസബുഹാ ഇലല്ലാഹ്, അള്ളാഹുവിലേക്ക് ചേർത്ത് പറയും. കേൾക്കുന്നുണ്ടാ? വഇൻ തുസിബുഹും സയ്യിഅത്തുൻ, അവർക്ക് വല്ല സയ്യിഅത്തും നേരിട്ടാൽ, അത് ബലിയത്തുൻ, ക്ഷാമം, കക്കഹത്തിൻ, ക്ഷാമം പോലത്തെ ബലിയത്ത് നേരിട്ടാൽ, യഖൂലു, അവർ പറയും, ഹാദിഹി മിൻ ഇൻദിക, ഇത് നിങ്ങളെ ചൊല്ലിയിട്ടുണ്ടായതാണ്. അതിലെ തത്തയ്യുർ, ഖാലൂ ഇന്നാ തത്തയ്യർനാ ബിക, നിങ്ങൾ വന്നിട്ടാണ് ഇടിങ്ങനല്ലായിന്, നിങ്ങളെ മൂട് കണ്ടിട്ടാണ്, നിങ്ങളെ കണി കണ്ടിട്ടാണ്. ഈ തത്തയ്യുരില്ലേ, തത്തയ്യുർ മഹാബടക്കായ അക്കീദയാണ്. രണ്ടാണിൻ്റെ ഇടയിൽ പണ്ട് ജനിച്ചാൽ എന്താ ഉണ്ടായാലേ അങ്ങനെ എന്തെല്ലാം തർത്തീപ്പുണ്ട്. നാടൻ തത്തയ്യൂർ. ഇതിനെന്താക്കും, ആ തത്തയ്യൂർ കാണുന്ന കുട്ടീനോട് വേണ്ടോട് മോശമായിട്ടാൽ പെരുമാറുക. ഈ മക്കളുണ്ടാകും ജനിക്കുന്ന ആണും പെണ്ണും തർത്തീപിൽ. പിന്നെ തലമുടിയുടെ മുടി അങ്ങോട്ടോ ഇങ്ങോട്ടോ നോക്കി തത്തയ്യൂർ തീരുമാനിക്കുന്നുണ്ട്. എടംപിരിയാണോ ബലംപിരിയാണോ, ഒരു മരുന്നില്ലേ, എടംപിരി ബലംപിരി, ഒരു മരുന്നുണ്ട്. എടംപിരി എന്ന് പറഞ്ഞാൽ രണ്ട് പേര് കൂടിയിട്ട് ഇങ്ങനെ പിരിഞ്ഞുണ്ടാവും, മറ്റേത് ഇങ്ങനെ പിരിഞ്ഞതും ഉണ്ടാവും. അള്ളാഹുവിന്റെ ഹിക്മത്താണ്. നിലാമറ്റത്തെ മർബിക്ക് നോക്കിയാൽ കാണാം അങ്ങനെ പിരിഞ്ഞു കൂടിയത്. എടംപിരിയെ ബലംപിരിയെന്ന് നോക്കിയിട്ട് രണ്ട് മരങ്ങൾ ഇങ്ങനെ കൂടിയിട്ട് അതിനൊക്കെ തയ്യുന്നത്. നേരം പുറത്ത് വന്നാൽ കണ്ടിന് ഒരു കറുത്ത ഉപ്പാട്ടാൻ പോകുന്ന കണ്ടിനാണ്. അതുകൊണ്ട് ആശ കുറുക്കം മുറിയാനത്തിനെ പതിനെന്താന്ന് പൈസ ഇട്ടില്ല. എന്താണ് നല്ലതാ പൈസ, എന്താണ് പൈസ കൊണ്ടിട്ടില്ല. വരുന്നുണ്ടാ? പിന്നെ കാക്കം കാളിയാല് അങ്ങനെ ഇതെല്ലാം ഉണ്ട്. അതൊരു വലിയൊരു ബാബ് തന്നെയാണ്. ഇത്ര ഒന്നുമില്ല, എന്ത് കാണാനൊന്നുമില്ല. പിന്നെ കാക്കം തൂറിയാൽ എന്താന്ന്, ഇടമുറാദിന് പോകുമ്പോൾ പുയ്യാപ്പിള്ളി അന്വേഷിക്കാൻ പോകുമ്പോൾ എന്തായി, ഒരു മരത്തിൻ്റെ കീഴിൽ തണൽ കൊണ്ടുപോകും. തണൽ കൊണ്ടപ്പോൾ ഉടനെ പച്ചി തൂറി. തൂറിയല്ലേ? ആരാടാ പച്ചി ഉള്ളത്? അതിൻ്റെ മുഖം എങ്ങോട്ടാ? വടക്കോട്ടോ തെക്കോട്ടോ? അങ്ങോട്ടേക്ക്. ശരി. എന്താ മല? ഇന്ന മല. എങ്ങോട്ടാ കൊമ്പ് അതിൻ്റെ എന്നത്? ഈ പുയ്യാപ്പിള്ളി എനിക്ക് പറ്റില്ല. അതായത് തയ്യറ് ഉപ്പാറുള്ളതാണ്. കാലു തയ്യർനാബിക്കും അഭിമം മാക്ക അല്ലേ? കാലു ഇന്ന തയ്യർനാബിക്കും. ഈ തയ്യറു ഇത്തയ്യർനാബി മൂസ വമൻ മഅഹു.
നിന്നെ മുഖം കണ്ടിട്ടാണ്, നീ ജനിച്ചിട്ടാണ്, നീ എന്തായിട്ടാണ്, നിന്റെ ഒന്നും പറഞ്ഞിട്ടാണ് ഈ തത്തയ്യൂർ പറയല്. അത് ഇസ്ലാമിൽ നിരക്കുന്നതല്ല. പണ്ടും പണ്ടേ എന്നല്ല, പണ്ടും പണ്ടേ കുഫ്രിയത്തുണ്ടല്ലോ. പണ്ടും പണ്ടേ എന്നുള്ളത് ഹക്കിന് തെളിവല്ല, കുഫ്രിയത്തിനും ബാധിക്കുന്ന സാധനമാണ്. മനുഷ്യന്മാർ ജനിച്ച കാലത്തെ ഉണ്ടല്ലോ ജാതി. അപ്പോൾ പണ്ടും പണ്ടേ എന്നുള്ളത് ഹക്ക് എന്ന് അതിനർത്ഥമില്ല. ഇതാ വക്കാം ഈ താമിയ ഹരിക്കും അല്ല ഒരു ഹദീസ്, നിങ്ങളുടെ ഭക്ഷണം വീണുപോയെങ്കിൽ എന്തുകൊണ്ട് ഉടനെ എടുക്കണം. ഓ, അപ്പം വീരുണ്ടല്ലേ, പണ്ടേ വീണുകൊണ്ടല്ലേ നബി പറഞ്ഞു. അപ്പം വീരുണ്ടല്ല, ഇതാന്നല്ലേ പ്രയോഗിച്ചത്. ഇതാന്ന് പറഞ്ഞാൽ ബൂന്നല്ലേ അർത്ഥം. ആദ്യ പേരിൽ ഇന്ന് കടന്നാലും ഒന്നെങ്കിൽ സംഭവിക്കാം അല്ലെങ്കിൽ ഇല്ലാതിരിക്കാം. ഇതാ ഇട്ടറിഞ്ഞാലോ സംഭവിക്കുന്നു. അപ്പൊ സംഭവിച്ചു ഉണ്ട്. അപ്പൊ വീണോന്ന് വന്ന് അപ്പൊ ഇവിടെ എന്താക്കുന്നറിയോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇയാൾ വന്നിട്ടാണ്, ഇയാളെ കണ്ടിട്ടാണ് എന്തുകൊണ്ടിട്ട് എന്താക്കും, ഇങ്ങനെ പലതും പറയുന്നു. വഖാലു ഇൻ ഹിയ ഇല്ലാ ബിശൂമിക, തങ്ങളോട് സല്ലല്ലാഹു അലൈഹി വസല്ലം നീ എൻ്റെ ശൂമുണ്ട് ഉണ്ടായി നയിച്ചങ്ങ് പറയുന്നു. അതാ കമാ കാലത്തിൽ യഹൂദു, അത് യഹൂദികളാ പറഞ്ഞത്. എപ്പോഴേ മുൻദു ദഖല മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്ന് പ്രവേശിച്ച കാലം മുതൽ നഖസത്ത് സിമാറുന, നമ്മുടെ പഴങ്ങളൊക്കെ ചുരുങ്ങിപ്പോയി. ബഗലത്ത് അസ്ആറുന, വിലക്കയറ്റം സംഭവിച്ചു. ഇതൊക്കെ നിങ്ങളൊക്കെ ഉണ്ടാകുന്നു. അതാ ഇഷ്ടജറോ മൂസ, മുസാബിനെ കൊണ്ടും കൂടെയുള്ള ആളെ കൊണ്ടും പറഞ്ഞിട്ടുണ്ടല്ല. കുൽ, തങ്ങൾ പറയേണ്ടത് എന്നെ കൊണ്ടുമല്ല എന്നെ കൊണ്ടുമല്ല. കുൽ കുല്ലു മിൻ ഇൻദില്ലാഹ്, ഹസനത്തായാലും ശരി സയ്യത്തായാലും ശരി, ലാഭമായാലും ശരി നഷ്ടമായാലും ശരി, എല്ലാം അള്ളാഹുവിൻ്റെ പക്കൽ നിന്നാണ്. യബ്സുതു വയഖ്ബിദു, ബസത്ത് ഏതാണ്? റിസ്ക് വിശാലമാക്കൽ, കൊടുക്കല്. ഹസ്ബ ഇറാദത്തിഹി, അള്ളാഹുവിൻ്റെ ഇറാദത്ത് അനുസരിച്ചുണ്ടായിരുന്നു. ഫമാ ലിഹാഉലാഇൽ ഖൗമി ലാ യകാദൂന യഫ്ഖഹൂന ഖൗലാ, അള്ളാഹു തആല ആക്ഷേപിക്കുന്നു ആ ഖൗമിന് എന്ത് പറ്റിപ്പോയി, ആ ഖൗമിൻ്റെ അവസ്ഥ എന്താണ്? അയ്യുശൈൻ ഹസന ലിൽ യഹൂദി വൽ മുനാഫിഖീൻ, യഹൂദികളും മുനാഫിഖുകളുമായ അക്കൂട്ടർക്ക് എന്ത് പറ്റിപ്പോയി? മിനൽ ഇലൽ, ലോകത്തിനാൽ. ഹാലകം ലാ യകാദൂന യഫ്ഖഹൂന ഹദീസ, ഒരു കാര്യം അവർക്ക് തിരിയുന്നില്ലല്ലോ. ഔഹാമിൻ്റെ പിന്നാലെ നടക്കണം. വഹമിനെ തൊട്ട് ശുദ്ധീകരിക്കപ്പെട്ട അക്കലിനാണ് എന്ത് പറയല്? ലൊബ് എന്ന് പേര്. എൻ്റെ മുകളിലെ വഹമിൻ്റെ ചൂടെല്ലാം കടത്തിക്കളഞ്ഞിട്ട് എന്താക്കണോ? ലുബെടുക്കണം. ഒരു സംസാരവും തിരിയാൻ ഓർ അടുത്തിട്ടില്ല. ഇതിന് ലായക്കുറുബന യക്കാദൂന എന്ന് പറഞ്ഞ വകയില് ഈ കാത എന്നുള്ളത് ഫിഅല് അടുത്ത് വരാൻ പോകുന്നുണ്ടെന്ന് സൂചിപ്പിക്കാനാണല്ലോ കാത പറയുന്നത്. അതിനെന്തല്ലോ പേരുണ്ടല്ലോ, കാത, കറുബ എന്ന് കേൾക്കാപ്പ. കാത എന്നാണ് ആദ്യം കേൾക്കുന്നു. ലഖദ് കിത്ത തർക്കനു ഇലൈഹി ശൈഅൻ ഖലീല, കാതയ്ക്ക് ശേഷം എന്നെ പറയണ്ട. അസ അസ ഒന്ന് അല്ലേ? അപ്പം അസക്ക് ശേഷം എന്നെ പറയണം. അസല്ലാഹു അഞ്ഞ കുഫ. അതേസമയത്തിൽ കാതയ്ക്ക് ശേഷം എന്നെ പറയാൻ പാടില്ല. ലഖദ് കിത്ത തർക്കനു ഇലൈഹി യകാദൂന യസ്തൂന യകാദുൽ ബർഖു യഖ്തഫു അബ്സാറഹും, അടൊന്നുമില്ല അന്നെ എടുത്തൂല. അങ്ങനെ ഞാൻ നേവ ഖുർആനിലുണ്ട്, അത് ഓതി പിടിച്ചോ. അപ്പം ആ കാതൊക്കെ ഒപ്പിച്ചാണ് ലാ യഖ്റുബൂനാന്ന് മുമ്പ് കുട്ടിയത്. പിന്നെ യഫ്ഖഹൂന കാദ മീൻ ഫഹമി ഹദീസിൻ, ഹദീസൻ. അപ്പോൾ അവരുടെ മാതിരി കൽ ബഹായിമിൻ്റെ മാതിരി വലൗ ഫഹിമു, അവർക്ക് ഫഹമുണ്ടായിരുന്നുവെങ്കിൽ അലിമു അന്നൽ കുല്ല മിൻ ഇൻദില്ലാഹ്, സകലതും അള്ളാഹുവിൻ്റെ പക്കൽ നിന്നാണ് അറിയുമായിരുന്നു അല്ലേ. ഇനി യഫ്ഖഹൂന എന്ന് പറയുമ്പോൾ അതിൻ്റെ മസ്ദർ എന്തായിരിക്കും? ഫിഖ് അല്ലേ. ആ ഫിഖ് എന്ന് പറഞ്ഞാൽ കർമ്മശാസ്ത്രവും കൊണ്ട് അർത്ഥം വെക്കുക. അത് പോയി അക്കാഡമിക്കാർ ഉണ്ടാക്കിയ ഇസ്തിലാഹാണ്.
ബുദ്ധിയുടെ ഒരു വിവേചന ശക്തിക്കാണ് ഫഹ്മ് എന്നൊക്കെ പറയുന്നത്. വൽ ഫിഖ്ഹു ഹുവൽ ഫഹ്മു. അത് വിദ്യാഭ്യാസം വന്നപ്പോൾ എന്താക്കിയതല്ലയോ, കർമ്മശാസ്ത്രപരമായതിൻ്റെ ഫിഖ് എന്നും വിശ്വാസപരമായതിൻ്റെ അഖീദ എന്നും ചരിത്രത്തിൻ്റെ താരീഖ് എന്നെല്ലാം പേര് കൊടുക്കുന്നത് വിദ്യാഭ്യാസ പലകകളാണ്. സുമ്മ അതാ പറയുന്ന അസിൽ എന്താണ് കാര്യം തിരിയുന്ന. സുമ്മഖ്തസ്സ പിന്നീട് ഹാസാക്കപ്പെട്ട് മിൻ ജിഹത്തിൽ ഫത്വയിൽ പറയുന്ന ഇൽമുണ്ടല്ലോ, അതിന് വേറെ ഹാസാക്കി പറയുന്നതാണ്. അതും ലോകത്തല്ല, ഇങ്ങനെ അത് ഉറുഫിലാണ്, ലോകത്തിലുമല്ല. ഇനി പുതിയൊരു മസ്അല, മാ അസ്വാബക മിൻ ഹസനത്തിൻ ഫമിൻ അല്ലാഹ് വമാ അസ്വാബക മിൻ സയ്യിഅത്തിൻ ഫമിൻ നഫ്സിക്. അപ്പൊ ഇപ്പം പറഞ്ഞതിന് ഒരു വരുത്തം തോന്നുന്നില്ലേ അല്ലേ? കുല്ലും മിൻ ഇൻദില്ലാഹ് എന്ന് പറഞ്ഞു. ഇവിടെ എന്താക്കി തഫ്സീലാക്കുമ്പോൾ മാ അസ്വാബക മിൻ ഹസനത്തിൻ ഫമിൻ അല്ലാഹ്, അത് ഒന്നാമത് പറഞ്ഞ പോലെ. വമാ അസ്വാബക മിൻ സയ്യിഅത്തി ഫമിൻ നഫ്സിക എന്നിട കൂട്ടിയില്ലേ? അപ്പം നേരത്തെ പറഞ്ഞതിൽ വരുത്തിയല്ലേ? ആ, അപ്പൊ എന്താ പറയുന്ന നോക്കാം. മാ അസ്വാബക ആരോടാണ് ഖിതാബ്? യാ ഇൻസാൻ, ഏ മനുഷ്യപുത്ര, മിൻ ഹസനത്തിൻ മിൻ ഖൈരിൻ വ നിഅമത്തിൻ, ഖൈറിനാലും നിഅമത്തിനാലും നിനക്ക് വീശുന്നത് ഫമിനല്ലാഹി അള്ളാന്റെ വാക്കിൽ നിന്ന്, തഫദ്ദുലൻ മിൻഹു അള്ളാന്റെ ഓശാരമായിട്ട് കിട്ടുന്നതാണ്. ഫഇന്ന കുല്ല മാ യഫ്അലുഹുൽ ഇൻസാനു മനുഷ്യൻ ചെയ്യുന്ന പ്രവർത്തനം മിന ത്വാഅതി, ത്വാഅത്തിനാ ചെയ്യുന്നുണ്ടല്ലോ, ലാ യുകാഫിഉ നിഅമത്തുൽ വുജൂദി, വുജൂദിന്റെ നിഅമത്തിന് കടപിടിക്കൂല. ഇല്ലായ്മേന്ന് അള്ളാഹു പടച്ചിട്ട് കണ്ണും മൂക്കും നാക്കും എല്ലാം 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 തന്നിട്ട് ഇങ്ങനെ ഒരാളാക്കിയില്ലേ, ഈ നിയമത്തിനോട് കടപിടിക്കൂല. ജീവിതകാലം മുഴുവനും താഴ്ത്തെടുത്ത് ബാക്കി നിയമത്തിന് അപ്പുറം കൂട്ടിക്കും. പിന്നെ മറ്റുള്ളതിന് എങ്ങനെ ഇത് ഇടുന്നത്? നിങ്ങളിൽപ്പെട്ട ഒരാളും പ്രവേശിക്കുകയില്ല സ്വർഗത്തിൽ ഇല്ലാ ബിറഹ്മത്തില്ല, അള്ളാഹുവിന്റെ റഹ്മത്ത് കൂടാണ്ട് കയറൂല. ഖീല വലാ അൻത, തങ്ങളും അങ്ങനെയാണോ? ഖാല വലാ അന, ഞാനും അങ്ങനെ തന്നെ, ഞാനും അള്ളാഹിന്റെ ഒടൊപ്പം തന്നെയല്ലേ, എനിക്ക് അള്ളാഹിന്റെ റഹ്മത്ത് വേണ്ടേ. ഇല്ല യതഗമ്മദനി അല്ലാഹു ബിറഹ്മത്തി, പക്ഷെ അല്ലാഹു തആല അവന്റെ റഹ്മത്ത് കൊണ്ട് എന്നെ മൂടിയിട്ടുണ്ട്. അത് മനസ്സിലായ? വമാ അസ്വാബക മിൻ സയ്യിഅത്തിൻ, നിനക്ക് വല്ല സയ്യിഅത്തിനാലും സംഭവിച്ച മിൻ ബലിയത്തിൻ വശൈഇൻ തക്റഹുഹു, അനിഷ്ടകരമായ വല്ല കാര്യം നേടിയാൽ ഉണ്ടായാലേ, ഫമിൻ നഫ്സിക്, നിന്റെ നഫ്സിൽ നിന്നാണ് എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞു പോയില്ലേപ്പാ. അപ്പൊ ഈ നഫ്സിന് എന്താ പങ്ക്? അപ്പോൾ നമ്മ പണ്ട് തഫ്സീലിന്റെ കാര്യം എന്തുണ്ടായിന്? സാബിക്കുണ്ട്, ലാഹിക്കുണ്ട്. അപ്പൊ അള്ളാഹുവിന്റെ പക്കൽ നിന്ന് എപ്പോഴും തഫദ്ദുൽ തുടങ്ങിത്തരുത്താൻ, അതിനെ ദുരുപയോഗം ചെയ്തിട്ട് നന്ദി കേട് കാട്ടുകയോ അതിനെ ദുൽമ ചെയ്യുകയോ ചെയ്താൽ എന്താക്കും? അള്ളാഹു തആല എന്താക്കും? നിയമത്തിനെ മറിച്ചിട്ട് ഇല്ലായ്മ ചെയ്ത്. അത് നിന്റെ കാരണത്താൽ ലാഹിക്കാണ് എന്ന് വെച്ചപ്പോൾ നിന്റെ പ്രവർത്തന ദൂഷ്യം അതിൽ സംഭവിക്കും, അല്ലെങ്കിൽ അള്ളാഹ് പിൻവലിക്കൂല. കാരണം നഫ്സ് അസ്സബബു ഫീഹാ, അതിലുള്ള സബബ് ഏതിലുള്ള സയ്യത്തിൽ ലിസ്തിജ്ലാബിഹൽ മആസിയ, മാസിയത്തിനെ കൊണ്ടുവന്നത് കൊണ്ടാണ്. ആ വഹുവ ലാ യുനാഫി ഖല കുല്ലും മിൻ ഇൻദില്ലാഹ് എന്ന് പറഞ്ഞ എതിരല്ല. കാരണം മാസിയത്ത് കാരണത്താൽ ആ സയ്യത്തായി മറിച്ചതും അള്ളാഹുവിന്റെ പക്കലാണ്. അതിനാണ് അതുകൊണ്ട് കുല്ലും മിൻ ഇൻദില്ലാഹി എന്ന് പറഞ്ഞതിന് അതെതിരായി വരൂല. എന്തുകൊണ്ട്? ഫഇന്നൽ കുല്ല മിൻഹു ഈജാദൻ വഇസാലൻ, അതിന്റെ അസൽ പ്രകാരം ഉണ്ടാക്കി തീർക്കലും ഈജാദും അല്ലാഹു തആലയുടെ വക്കലാണ്. ഗൈറ അന്നൽ ഹസനത ഇഹ്സാനും വംതിനാനും, എങ്കിലും ആദ്യത്തെ ഹസനത്ത് എന്ന് പറഞ്ഞില്ലേ ആ നിയമത്തുകൾ, അത് അള്ളാഹിന്റെ വക്കൽ ഇഹ്സാനും ഇംതിനാനുമാണ്. അതെന്ത്? സാബിക്കാൻ.
വസ്സയ്യത്തു മുജാസാത്തും വന്തിഖാമുൻ. നീ രണ്ടാമത് വന്ന സയ്യത്ത് എന്ന് പറഞ്ഞില്ലേ, അത് നീ ചെയ്ത തെറ്റിന്റെ വകയിലാണ്. ആ തെറ്റാന്ന് എടുത്തു പറഞ്ഞത്. അതിനാ വഹത്തങ്കിത്താവു അടുത്തില്ല. കമാ ഖാലത്ത് ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പറഞ്ഞു, മാ മിൻ മുസ്ലിമിൻ യുസീബുഹു വസബുൻ വലാ നസബുൻ ഹത്ത ശൗകത്തു യുശാഖുഹാ വഹത്ത ഇൻഖിതാഇ ശശഇ നഅലിഹി ഇല്ലാ ബിദംബിൻ. എടാ, ഒരു മനുഷ്യന് ക്ഷീണമോ പ്രയാസങ്ങളോ തളർച്ചയോ എത്ര വരെ, ഒരു മുള്ള് തറക്കൽ പോലും, ചെരുപ്പിന്റെ പട്ട പൊട്ടൽ പോലും, അപ്പൊ ഇതെല്ലാം ശയ്യാത്തിന്റെ ചെറിയ ചെറിയ അംശങ്ങളാണ്. അതല്ലേ ഇല്ലാ ബിദംബിൻ, എന്തെങ്കിലും ദോഷം കാരണത്താലല്ലാണ്ട് വരൂല. അതാണ് ഫമിൻ നഫ്സിക്കാന്റെ വായന. എന്നാ വമാ യഗ്ഫിറുല്ലാഹു അക്തറു, അല്ലാഹു തആല പുറത്തു തരുന്ന ഇതിനേക്കാൾ എത്രയോ അധികം ഉണ്ട്. അത് അല്ലാഹു തീരെ കണക്കിലെടുക്കാതെ അത് പൊട്ടുന്ന അങ്ങോട്ട് വെച്ചിട്ടുണ്ടാവും. ആ വഅലം അന്ന ലിൽഅഅമാലി അർബഅ മറാത്തിബ, മറാത്തിബ, 4 മർത്തബയുണ്ട് അമലിന്. മിൻഹാ മർത്തബത്താനി ലില്ലാഹി തആല, അതിലുള്ള 2 മർത്തബ അല്ലാഹുക്കുള്ളതാണ്. വലൈസ ലില്ലബ്ദി ഫിഹാ മദ്ഖലുൻ, അബ്ദിന് അതിലൊരു പ്രവേശനവുമില്ല. അതേതാ? വഹുമ തഖ്ദീർ വൽ ഖൽഖ്. ആദ്യം തന്നെ കഥാകൾക്ക് അതിലെന്താക്കും, ഇന്നത് 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 എന്ന് തീരുമാനിക്കലും അതിനെ ഖൽഖ് ചെയ്യലും ഇതാർക്കും സാധ്യമല്ല. വമിൻഹാ മർത്തബത്താനി ലില്ലബ്ദി, അബ്ദിനുള്ള മർത്തബ എന്താണ്? ഹുമൽ കസ്ബു വൽ ഫിഅലു, അതിന് പ്രവർത്തിക്കുന്ന കസ്ബ് ഉണ്ടല്ലോ. فإن الله تعالى منزه عن الكسب, കസ്ബിനെ തൊട്ട് അല്ലാഹു തആല മുനസ്സഹാണ്, പരിശുദ്ധനാണ്. വഫിഅലി സയ്യത്തി, സയ്യത്തിന്റെ ഫിഅലിനെ തൊട്ടും അല്ലാഹു മുനസ്സഹാണ്. വഇന്നമാ യതഅല്ലഖാനി ബിൽ അബ്ദി, അത് രണ്ടും അബ്ദിനോട് ബന്ധപ്പെട്ടതാണ് അല്ലേ എന്ന് മാത്രമല്ല. വലാകിന്നൽ അബ്ദ വകസ്ബഹു മഖ്ലൂഖുൻ, അബ്ദും ആവട്ടെ അവന്റെ കസ്ബും ആവട്ടെ മഖ്ലൂഖാണ്, അല്ലാഹുവിന്റെ ഖൽഖാണ്. വളപ്പുകൾക്ക് ഖൽഖിന് അധികാരമില്ല. അല്ലല്ല, കസ്ബ് എന്നുള്ള ആമല്ലേ, അള്ളാഹിനെ കൊണ്ട കസ്ബ് നിൽക്കൂല. കമാ ഖാല അല്ലാഹു തആല വല്ലാഹു ഖലഖകും വമാ തഅമലൂൻ, അല്ലാഹു തആലയാണ് നിങ്ങളെ ഖൽഖ് ചെയ്തതും നിങ്ങളെ അമലിനെയും ഖൽഖ് അല്ലാഹു തആലയാണ്. പണ്ട് മക്കീദയിൽ ഇപ്പം നീണ്ട് ചർച്ച ചെയ്യുന്നല്ലേ. വഹദാ തഹഖീഖു ഖൗലിഹി തആല, ഇതാണ് ഇത് ഖുൽ കുല്ലു മിൻ ഇൻദില്ലാഹി, തഹഖീഖ് ഖലഖകും വമാ തഅമലൂൻ എന്നല്ലേ, ഖൽഖൻ വതഖ്ദീറൻ ലാ കസ്ബൻ വഫിഅലൻ. അതുകൊണ്ട് ഫഫഹം വഅതഖിദുഹു, ഇത് നീ അറിയേണ്ടതും അഖീദയിൽ വെക്കേണ്ടതുമാണ്. ഫഇന്നഹു മദ്ഹബു അഹ്ലിൽ ഹഖ്, ഹക്കിന്റെ അഹ്ലുകാര മദ്ഹബാണ് ഈ പറഞ്ഞത്. അർബാബുൽ ഹഖീഖത്ത്, അർബാബുൽ ഹഖീഖത്ത് സൂഫിയാക്കൾ. ഖാല അൽളഹാഖ് പറയുന്നു, മാ ഹഫിദ റജുൽ ഖുർആന സുമ്മ നസബഹു നസിയഹു ഇല്ലാ ബിദംബിൻ, ഒരു മനുഷ്യൻ ഖുർആൻ മനഃപ്പാഠമാക്കി പിന്നീട് മറന്നുപോയി. എന്തുകൊണ്ട് മറന്ന്? ഇല്ലാ ബിദംബിൻ, ഒരു ദോഷം കൊണ്ടല്ലാണ്ട് മറക്കൂല. കണ്ടോണ്ട് ആദ്യം പഠിപ്പിച്ച അല്ലുണ്ടല്ലോ, അത് പിന്നെ കൽമിന്ന് എടുത്തു കളഞ്ഞൊന്നുണ്ടാ ദോഷം കാരണത്താൽ. നല്ല ലാഭമുള്ള അച്ചടം ചെയ്ത് പൊളിഞ്ഞു, എന്തോ സംഭവിച്ചിട്ടുണ്ട്, എന്തോ സംഭവിച്ചിട്ടുണ്ട്. അത് പറഞ്ഞല്ലേ രണ്ടങ്ങ് ഒരു വലിയ പുറത്താലത്തെ വഫാത്തതിനോല്ലോ ഒരു പള്ളിയിൽ അത് കൃതിയുണ്ട്. എന്നിട്ട് വിശക്കുമ്പോൾ നന്ന വിശന്നെങ്കിൽ തൊട്ടടുത്തൊരു ഹോട്ടലുണ്ട്, അവിടെ പോയി അവർക്ക് ഭക്ഷണം കൊടുക്കും. ഭയങ്കര തിരക്കൊരിക്കൽ പോയപ്പോൾ മൂപ്പറാരും മെയിൻറ്റെയിൻ ചെയ്തില്ല. കുറേ ഇരുന്നിട്ട് മടുത്തപ്പോൾ മുസ്ലിം ആര് തിരക്കുള്ള സമയത്തല്ലേ വന്നത് എന്ന് ചോദിച്ചു. എന്നാൽ കുറച്ച് തിരക്കടങ്ങിട്ടിടോന്നു മൂപ്പറങ്ങോട്ട് പോയി. പിറ്റേന്ന് വെച്ച ചോറ് പെരുക്കിക്കൊണ്ട് പോകണം, ആരും വയ്ക്കാനാണില്ല. കൂട്ടാനും കബാബും ഇറച്ചിയെല്ലാം കൊണ്ടുപോയിട്ട് പെരുക്കൊണ്ട് പൊട്ടുന്നു. തിരക്കടങ്ങിയില്ലേ? തിരക്കടങ്ങി. അതേ അവസരം തീർന്ന് ഭക്ഷണം കഴിച്ച് അപ്പുറം പോകും. ഒരു തുമ്മാൻ കടക്കാരനുണ്ട്, ബെത്തിലാണ്. മൂപ്പർക്ക് എന്തായാലും കുറ്റിയെല്ലാക്കി കൊടുത്തിട്ട് ഞാനിങ്ങനെ ജീവിച്ചാൽ പോരാ,
നീ ലോറി വാങ്ങിച്ചോ, നീ ബസ് വാങ്ങിച്ചോ, അത് വാങ്ങിച്ചോ. ഞാൻ വെറുതെ പറയും. നോക്കുമ്പോൾ ഈ തുമ്പാൻ കച്ചവടം ചെയ്തിട്ട് ഈ പറഞ്ഞ സാധനം എല്ലാം വാങ്ങിച്ചുണ്ട്. നമ്മൾ ഉമ്മറോടെ പള്ളിയിൽ വെക്കാൻ വന്നു. നമ്മ ഖുർആൻ ക്ലാസ്സിന് പോയില്ലേ ഇപ്പം, അവിടെ ചേർത്തിയില്ലേ ഓടാന്നാണ്. അത് കൊണ്ടോട്ടിന്ന് ഉള്ളിലോട്ട് പോകണോ? എന്നപ്പോൾ സ്ഥലത്തിൽ ഉമ്മറുകാർ നാട്ടിൻ്റെ ആ അതെ, അവിടെ ടൗണിൽ ജുമാത്തുള്ളി, അതിൻ്റെ ഉള്ളിൽ ആ അവിടെ കണ്ടാൽ ഇപ്പോൾ ഉണ്ട് പോലും. അല്ല, അതിൻ്റെ ഒന്നിനും കുഴപ്പമില്ല. അടുത്ത കാലത്തെ വലിക്ക് പവർ കുറവുണ്ടാകും. കാലം വൈകുന്നുണ്ട്, വലിയ പവർ കുറയോ? അല്ല തന്നെയല്ലേ. അതാ എന്നിട്ട് മൂപ്പർ തെളിവ് പറഞ്ഞെന്താ, വമാ അസ്വാബക മിൻ മുസീബത്തിൻ ഫബിമാ കസബത് അയ്ദീകും എന്ന് പറഞ്ഞു. നിനക്ക് വല്ല മുസീബത്തും നേടിയിട്ടുണ്ടെങ്കിൽ നീ പ്രവർത്തിച്ച കാരണത്തിന് വേണ്ടി മാത്രമാണ്, അപ്പം ലാഹിക്കാണ് എന്നർത്ഥം. എന്നിട്ട് പറഞ്ഞു ഖുർആൻ മറക്കുക എന്നുള്ളത് മിൻ അലമിൽ മസ്വാഇബ്, ഏറ്റവും വലിയ മുസീബത്താണ്. അതിനാ മിൻ മുസീബത്തിൻ എന്ന് പറഞ്ഞില്ല അവിടെ വാക്കിലേ മത്തനിലേ. അപ്പൊ ഇവർക്ക് ഏറ്റവും വലിയ മുസീബത്താ കിട്ടിയത്. അത് മുമ്പ് താറ്റിന്റെ ബാക്കി സകല ജനങ്ങളിലേക്കും റസൂലാക്കി തങ്ങളെ അയച്ചിട്ടുണ്ട്. ഏത് റസൂലിനെ? ഏത് ലിന്നാസ്? തങ്ങൾ വന്നത് മുതൽ ഇലാ യൗമിൽ ഖിയാമ വരിക അല്ല. അത് സുഹൈബ് ഇമാം അതിനെ പറ്റി വിശാലമായി പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇപ്പൊ രാവിലെ നോക്കിയതാ ഇന്ന് വരുമ്പോ. കാഫത്ത് ലിന്നാസ് എന്ന് പറയുന്ന തങ്ങൾ ജനിച്ചത് മുതൽ ഇങ്ങോട്ടേക്ക് എല്ലാവർക്കും എന്ന് ചിലർ അർത്ഥം വെച്ചിട്ടുണ്ട്. അത് ഭീമമായ പിഴവ് വെച്ചിട്ടുണ്ട്. തങ്ങൾ എന്തുണ്ട്? വർത്തമാനകാലമുണ്ട്, ഭൂതകാലമുണ്ട്, ഭാവി കാലമുണ്ട്. തങ്ങളുടെ റിസാലത്തിൽ എങ്ങനെയാണ്? തങ്ങൾ വരുന്നതിൻ്റെ മുമ്പാണെങ്കിൽ തങ്ങളുടെ ഖലീഫമാരായ, തങ്ങളെ കൊണ്ട് വിശ്വസിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്ന ഖലീഫമാരായ അംബിയാ മുർസലീങ്ങളെ കൊണ്ടെന്താക്കി അല്ലാഹു തആല പ്രചരിപ്പിച്ചു. അപ്പോൾ അവരാരാ? തങ്ങളെ ഖുലഫാക്കളാണ്, തങ്ങളെ അത്ബായികളാണ്. അപ്പം വന്നിട്ടില്ല. അപ്പം ഇത് ഇനി അവരെ സംബന്ധിച്ച് ഭാവിയാണ്. ബഹുമാനപ്പെട്ട സഹാബത്തുൽ കിറാം റളിയല്ലാഹു അൻഹുവിന്റെ ഇടയിൽ അങ്ങ് ദൈവത്തിന് ചെയ്തത് വർത്തമാനകാലത്തെ റസൂലാണ്. അന്നും എന്തുണ്ട്? മക്കയിൽ നിന്നും മദീനയിൽ മാത്രം ലോകത്തിന്റെ എല്ലാ ഭാഗത്തും അമ്പിയാക്കളല്ലാത്ത ഖലീഫന്മാർ അയച്ചിട്ടുണ്ട്, അസ്ഹാബിമാർ. ഇനിയോ ഭൂതകാലത്തേക്ക് തങ്ങളെ വഫാത്തിന് ശേഷം ഇക്കാലം വരെയുള്ള ഖിയാമത്ത് നാൾ വരെയുള്ള എന്താണ് നമ്മൾക്ക് ഇത്ര കൊല്ലം മുമ്പ് ജീവിച്ച് പ്രചരിപ്പിച്ച അവരെ തങ്ങളെ ഖുലഫാക്കളുണ്ട്. ഇപ്പോഴും അയിമത്തുൽ അർബഅത്ത് വന്നു, മശായിഖ് സൂഫിയക്കൾ വന്നു, ഔലിയാക്കൾ വന്നു, അമ്പയാക്കൾ വന്ന് അള്ളാഹിനെ പഠിക്കുന്ന ആലിമീങ്ങൾ വന്നു. അപ്പം ലോകം അടങ്ങന എല്ലാ കാലത്തേക്കും. അത് നമ്മൾ ഇന്ന് ഞാൻ രാവിലെ ഒന്ന് തുടങ്ങി മുത്താലയിൽ പോയി 1 മണിക്കൂർ. അത് നമുക്ക് കുറച്ച് ഓതണം. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്യുന്നൊരു ഖിദ്മത്തായിട്ടും തങ്ങൾക്ക് എത്തുന്നൊരു ഹദിയായിട്ട് നമുക്ക് ആക്കണം ഇൻഷാ അല്ലാഹ്. അപ്പൊ റസൂലൻ ലിന്നാസി ജമീഅൻ കണ്ടോ, ലസ്ത ബിറസൂലിൻ ലിൽ അറബി വഹദഹും, അറബികൾക്ക് മാത്രമുള്ള റസൂലല്ല, ബൽ അൻത റസൂലുൽ അറബി വൽ അജമി, എല്ലാവർക്കുമാണ്. വമാ അർസൽനാക ഇല്ലാ കാഫത്തൻ ലിന്നാസ് വകഫാ ബില്ലാഹി ഷഹീദാ. തങ്ങൾ അല്ലാഹുവിൻ്റെ റസൂലാണ് എന്ന് ആരും സമ്മതിച്ചിട്ടില്ലെങ്കിലും അല്ലാഹ് സാക്ഷ്യം വഹിച്ച കാര്യമാണ്. അല റിസാലത്തിക, തങ്ങൾ റിസാലത്തിൻ്റെ മേലെ ബിനസ്ബിൽ മുഅ്ജിസാത്ത്, മുഅ്ജിസാത്ത് സ്ഥാപിക്കലുണ്ട്. അള്ളാഹ്ക്കല്ല മുഅ്ജിസാത്ത്,
ജനങ്ങൾക്ക് സ്ഥാപിച്ചു കൊടുത്ത്. അതിന് നമുക്ക് എത്രയോ ഓതിയില്ല, എത്ര 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 1000 ഖുസൂസിയാത്താത്ത മുമ്പുണ്ടെന്ന്. 1000 അല്ല, ചില്ലറെണ്ണയെ കുറെ അധികമുണ്ട്. മറ്റുള്ള അമ്പിയാ മത്സരങ്ങളെ അപേക്ഷിച്ച് പറയുന്നത് നമ്മളെ മാതിരിയുള്ള ആളെ തൊട്ട് നല്ല താരതമ്യം. കുബറ ശരിയായൊരു കിഫാത്തുള്ള ബീബി സോയിട്ടില്ല. പക്ഷെ അത് എന്തോ തപായത് കൊണ്ട് കിട്ടുന്ന കളിയാണ് അച്ഛനൊക്കെ വാങ്ങിയത്. ഒരാറ്റും നോക്കാം. ഇനി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കുള്ള പദവിയും അള്ളാഹുമായുള്ള ആ തഖറുബാണ് ഇവിടെ അടുത്ത് പറയാൻ പോകുന്നത്. മൻ യുതിഇർ റസൂല ഫഖദ് അതാഅ അല്ലാഹ്. റസൂലിനെ ഒരാൾ വഴിപ്പെട്ടാൽ അവൻ അള്ളാഹ്ക്ക് വഴിപ്പെട്ടവനാണ് എന്നായി. അല്ലാ ഐ ലിഅന്നഹു ഫിൽ ഹഖീഖത്തി മുബല്ലിഗുൻ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹഖീഖത്തിൽ മുബല്ലിഗാണ്. വൽ ആമിറു അല്ലാഹു തആല. കൽപ്പന ഇറക്കുന്നതാരാണ്? അല്ലാഹു തആലയാണ്. ഇതാ തങ്ങളും അല്ലാഹു തമ്മിലുള്ള ബന്ധം കണ്ടില്ലേ? വമൻ തവല്ല ഫമാ അർസൽനാക അലൈഹിം ഹഫീളാ. അതുകൊണ്ട് അല്ലാഹുവിൻ്റെ റസൂലുമായിട്ട് ഒരാൾ പിന്തിരിഞ്ഞാൽ അവൻ്റെ മേൽ ഹഫീളാക്കി തങ്ങളെ നിശ്ചയിച്ചിട്ടില്ല. ഓ പോകുന്ന വഴിക്ക് അങ്ങോട്ട് പോട്ടെ. അവർക്ക് അള്ളാഹിൻ്റെ നിയമത്ത് വേണമെങ്കിൽ വന്നോട്ടെ. അതാ ഹഫീള് തന്നെ കാക്കുന്നതാണ്. തഹഫദു അലൈഹിം അഅമാലഹും വതുഹാസിബഹും അലൈഹാ. ആ പിന്തിരിഞ്ഞവൻ്റെ പ്രവർത്തനങ്ങളെ റിക്കാർഡ് ചെയ്യുകയും അവരെന്ത് ചെയ്യുന്നു നോക്കിക്കാണുകയും അത് ഹിസാബെടുക്കാനുള്ള ഡ്യൂട്ടിയൊന്നും ആയിരിക്കില്ല, തങ്ങൾക്കില്ല. പിന്നെന്താണ്? ഇന്നമാ അലൈക്കൽ ബലാഗ്. ബലാഗാണ് തങ്ങളുടെ മേലുള്ള ഉത്തരവാദിത്വം. മാ അലൈനാ ഇല്ലൽ ബലാഗുൽ മുബീൻ വ അലൈനൽ ഹിസാബ്. ബാക്കിയുള്ള കാര്യം ഹിസാബ് എടുക്കലൊക്കെ നമ്മളതാണ്. വയഖൂലൂന ത്വാഅ. അതാ വയഖൂലൂന അവർ പറയും ഇദാ അമർതഹും ബിഅംദിൻ. ഒരു കാര്യങ്ങളെ കൊണ്ട് തങ്ങൾ കൽപ്പിച്ചാൽ ത്വാഅ എന്ന് പറയും. ഐ അംറുനാ വശഅനുനാ ത്വാഅത്തുൻ. നമ്മുടെ കാര്യവും നമ്മളോട്ടും ഭയപ്പെടലാണ് എന്ന്. തൽക്കാലം തലവർക്ക് സംബന്ധിച്ച് ആപ്പം തന്നെ പോയിട്ടാണ്. കബറ് കുഴിച്ചിട്ട് എങ്ങനെയല്ല കുഴിച്ചിട്ടിട്ട് തടി തപ്പുന്നായിട്ട് നമ്മൾ വേല പറഞ്ഞു. ഇങ്ങനൊന്നും പണ്ട ചെബിലക്ക് നേരിടം മറമാടിയ കബറ് കളക്കല് ഭുജുഭാകുന്ന രംഗമുണ്ടെങ്കിൽ ചെബില തെറ്റിയാലാണെന്നൊക്കെ പറഞ്ഞു. ഉടമ്പേ കൊണ്ടോ ഒരു കഷ്ണം പല കഷ്ണം ഉണ്ടായാൽ നമുക്ക് ചെബില ശരിയാക്കാം. നമ്മളൊരു വര വരച്ചെടുത്താൽ അതിനൊക്കെ കുഴിച്ചാൽ മതിയല്ലോ. ആ എന്നാ അവിടെ ആടുന്നാണ്ട ചാപ്പയിൽ പോയി ഒരു ഫലം എടുത്തിട്ട് ബാക്കി വലിയ ശരിയാക്കണം. അങ്ങനെ ആക്കണം. അത് ആടില്ലാത്ത പോയി പണി നോക്കട്ടെ. ഇവനെ ഏതാടാ നിൽക്കാൻ കുപ്പക്കാരൻ പറഞ്ഞിട്ട് ഇപ്പൊ എത്ര ആളെ എനിക്കൊന്ന് പലക പോലും ഇപ്പൊ നിന്നിട്ടാ പറയുക. എൻ്റെ ഈ പലക ഇടന്നോ സംഘടിപ്പിച്ച് വരച്ചേണ്ട പറഞ്ഞ എടുത്തങ്ങ് ചാടി കൃത്യം നോക്കുമ്പോ പല കാണാനില്ല. ഒന്നും വേണ്ട, സൗത്തിനോർത്ത് വരച്ചിട്ട് ഇങ്ങനെ കിവിലൻ്റെ ചിരിവേ വരച്ചിട്ടുള്ളൂ. പള്ളിന്ന് കെട്ടോണ്ട് പോയി. ഇപ്പൊ നിൽക്കാൻ കുപ്പായക്കാർ കഴിഞ്ഞത് അത് ഇതിൻ്റെ ഇത് വാക്കാൻ ശരി. അത് തന്നെ ഇടിഞ്ഞു നടന്നു. ഓയക്കോലൂന ത്വാഅ. അത് ചാപ്പയിൽ പോയി പലയിടത്തിട്ട് വന്നു. തങ്ങളിൽ നിന്ന് അല്പം മാറി നിന്നാല് തങ്ങൾ പറഞ്ഞൊന്നല്ലാത്തത് മറ്റൊന്നാക്കാൻ വേണ്ടി ഒരു രഹസ്യയോഗം ചേർന്നിട്ടുണ്ടാവുന്നതാണ്. ഇതെല്ലാം ഇപ്പൊ കൊമ്മട്ടി കാണുന്ന സംഗതികളാണ്. അല്ല ബയ്യത്താന്ന ബയ്യത്തായിഫത്തല്ലേ, അത് നമ്മുടെ ഇസ്ലാമില്ല. ആ കൂട്ടത്തിൽപ്പെട്ട ഒരു തായിഫത്തുണ്ട്. അവരെന്താക്കും? ഗൈറല്ലദീ തഖൂലുനെയാണ് അവർ ആസൂത്രണം ചെയ്യുന്നത്. ബയ്യത്താന്റെ മഫ്അലാണ് ഗൈറല്ലദീ തഖൂലു.
ഐ ദവറത് ഖിലാഫ മാ ഖുൽത ലഹാ, ആ തായിഫത്തിനോട് തങ്ങൾ പറഞ്ഞ കാര്യത്തിന്റെ ഖിലാഫ് പ്രവർത്തിക്കാൻ വേണ്ടി എന്താക്കും, പരിപാടികൾ ആസൂത്രണം ചെയ്യും. യാ സയ്യിദുനാ മുഹമ്മദ് അല്ലാഹുമ്മ സ്വല്ലി അലൈഹി വസല്ലം. അപ്പൊ ഈ ആസൂത്രണം ചെയ്യലീനൊക്കെ ബയ്യത്താന്ന് പറഞ്ഞാൽ രാത്രിയുമായിട്ടൊരു ബന്ധമുണ്ടെന്നല്ല കൊണ്ടുവരുന്നത്. ബാത്തയബീത്തു, അതാ ഇവനിക്ക് അതൊക്കെ ചിന്തിക്കാനുള്ള സമയം രാത്രിയെ കിട്ടുന്നുള്ളൂ. മറ്റെല്ലാം വേറെ ഫിത്തനക്ക് പോകാനും മറ്റേതാക്കാനും അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനുണ്ട്. അപ്പം അത് വേണ്ട, ചിന്തിക്കാൻ കഴിയൂല. അപ്പൊ ചിന്തിക്കുന്ന സമയം രാത്രി ആയതുകൊണ്ട് ബയ്യത്താണ് കൂട്ടി പറഞ്ഞത്. ആ എന്നെങ്കിലും എന്താവും അതിന് രൂപം കൊടുക്കാൻ കഴിയുള്ളൂ. ബയ്യത്തനർത്ഥം രാത്രി ചെയ്തു എന്ന അർത്ഥം ഉണ്ടായില്ല. ഫിക്റുകളുടെ ഗാലിബമായി അല്ലത്തെ യുദബ്ബിറുൽ ഇൻസാൻ, മനുഷ്യൻ ആസൂത്രണം ചെയ്യുന്ന ഫിക്റിന് സമയപ്പ രാത്രിയാ സംഭവിക്കരുത്. കാരണം ഇത് ഹുനാക യകൂനുൽ ഖാതിറു അസ്ഫ, ചിന്ത മറ്റുള്ള ശല്യമൊന്നും ഇല്ലാതെ കണ്ട് നല്ല ആസൂത്രണം ചെയ്യാനുള്ള പരിപാടി. വശവാഹിലു, പിന്നെ ശല്യം ചെയ്യുന്ന ശുഗലുകൾ കുറവാണ്. അതുകൊണ്ട് സുമ്മിയൽ ഫിക്റുൽ മുദബ്ബറു മുബയ്യത്തൻ, ആ ചിന്തിച്ചുണ്ടാക്കിയ ആ ഫിക്റിന് മുബയ്യത്ത് എന്ന് വരെ, രാത്രി ഉണ്ടാക്കിയ പരിപാടി. ആ പരിപാടി കണ്ടൊക്കെ ബയ്യത്താന്ന് രാത്രി പ്രവർത്തിച്ചു എന്നും പറഞ്ഞു. ഇത് രാത്രി ആലോചിച്ച പരിപാടിയാന്ന് തോന്നുമല്ലോ. അല്ല വിടുവോ? വല്ലാഹു യക്തുബു മാ യുബയ്യിതൂൻ, ഇവർ രാത്രി ആസൂത്രണം ചെയ്ത പരിപാടിയെല്ലാം അല്ലാഹു തആല റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. യുസ്ബിതുഹു ഫീ സഹായിഫി അഅമാലിഹിം, അവരുടെ അഅമാലിന്റെ സഹായിഫിൽ എഴുതിയിട്ടുള്ളത്. ഇതിൽ മുജാസാത്തി, അതിന് തക്കതായ പ്രതിഫലം കൊടുക്കുകയും വേണം. അതുകൊണ്ട് ഫഅരിദ് അൻഹും, അവരെ അക്കൂട്ടം അങ്ങോട്ട് പറഞ്ഞോട്ടൊന്നും ബലവെക്കണ്ട. കല്ലിൽ മുബാലാത ബിഹിം, അവരെ കൊണ്ടുള്ള ബലവക്കൽ കുറച്ച്. വതവക്കൽ അലല്ലാഹി, അല്ലാഹുവിന്റെ പേരിൽ തവക്കുലാക്കിക്കോ. ഫിൽ ഉമൂരി കുല്ലിഹാ, മുഴുവൻ കാര്യത്തിലും. ലാ സിയമാ ഫീ ശൈനിഹിം, പ്രത്യേകിച്ച് അവരുടെ കാര്യത്തിൽ. എന്തുകൊണ്ടാണ്? വകഫാ ബില്ലാഹി വക്കീലാ, അല്ലാഹുവിനെ കൊണ്ട് വക്കീലായി മതി. യക്ഫീക, പിന്നെ മഅറതഹും വയന്തഖിമു ലക മിൻഹും, അവരുടെ മഅറത്തുണ്ടല്ലോ, അവർ തങ്ങളെ ബുദ്ധിമുട്ടിയേക്കല്, അത് അല്ലാഹു തആല നിർത്തലാക്കും. മറ്റൊന്നോ, അവർക്ക് അതിൻ്റെതായ ശിക്ഷ കൊടുക്കുകയും ചെയ്യും. അംറുൽ ഇസ്ലാമി, ഇസ്ലാമിൻ്റെ കാര്യം കുറച്ച് ശക്തി കൂടട്ടെ. വഅസ്ദ അൻസാറുഹു, തങ്ങളെ സഹായിക്കുന്ന അൻസാരിമാരും ശക്തിപ്പെടട്ടെ. ില്ലേ ഇനി വക്കീൽ എന്നോട് പറഞ്ഞില്ലേ, എന്താ? വൽ വക്കീലു ഹുവൽ ആലിമു ബിമാ യുഫവ്വദു ഇലൈഹി മിനത് തദ്ബീർ, എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാനാണോ തദ്ബീറാക്കി ഏൽപ്പിക്കപ്പെടുന്നത് അതിനെപ്പറ്റി അറിവും ഉണ്ടാകണം. അത് കൈകാര്യം ചെയ്യാനുള്ള എല്ലാം കുതിരത്തും എല്ലാം ഉണ്ട്. അവർക്കാണെന്ന് പറയില്ലേ വക്കീൽ എന്ന് പറയുന്നത്. വൈകിട്ട് തുടങ്ങി. അവിടെ വെക്കുന്ന നമുക്കങ്ങനെ മടുപ്പൊന്നുള്ള സാധനം അല്ലാൻ പറ്റില്ല. ഇതുവരെ എങ്ങനെയാണ് നാളെ നിർത്തുന്ന ഇത് കുറച്ച് ബേക്കോട്ടാണ്.